മുഴുവനും സർക്കാരിന് വേണ്ടി പണിയെടുത്തിട്ട് ഇപ്പോൾ അവർക്ക് മുന്നിൽ യാചിക്കുന്ന ഒരവസ്ഥ. സമരവുമായി അതും അവർക്ക് അർഹതയുള്ള പെൻഷന് വേണ്ടി സമരവുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് ഇപ്പോഴുള്ള ആവശ്യം? ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2014 ശേഷം സർവീസിൽ വന്ന ജീവനക്കാരെ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അതിലുള്ള ജീവനക്കാരെ 10% നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റും 10% ഇട്ടുകൊണ്ട് മറ്റെല്ലാ സംസ്ഥാനത്തും 14% ഇടുന്നെങ്കിൽ കേരളത്തിൽ 10% ഇടുന്നത്. അങ്ങനെ ഈ പൈസ നീക്കിയിരിപ്പ് വെച്ച് മാത്രം നീക്കിയിരിപ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന തുച്ഛമായ ആനിറ്റി അതിൽ 40% പിടിച്ചുകൊണ്ടുള്ള ഒരു തുച്ഛമായ ആനിറ്റിയാണ് NPS ജീവനക്കാർക്ക് കിട്ടുന്നത്. ഈ NPS ജീവനക്കാരൻ്റെ ജീവിതത്തിൽ അവർക്ക് ഈ പെൻഷൻ അതായത് 2000 താഴെയുള്ള പെൻഷനെ കൊണ്ട് ജീവിക്കാൻ വളരെ പ്രയാസമാണ്. ജീവിക്കൽ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് റിട്ടയർഡായ ആളുകളുടെ ജോലി ചെയ്ത സമയത്തുള്ള DCRG കേരളത്തിൽ മാത്രം DCRG നിർത്തൽ ചെയ്യുക. ഒന്നാം പിണറായി സർക്കാരിൻ്റെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി DCRG നിർത്തൽ ചെയ്തിരിക്കുകയാണ്. അത് നിർത്തൽ ചെയ്തത് ഉടനടി പുനഃസ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് DCRG എല്ലാവർക്കും കൊടുക്കണമെന്നും അതുപോലെ തന്നെ DA അരിയർ 20% കുടിശ്ശികയായിരിക്കുക. ഇത്തരം DA അരിയറുകൾ ഈ സർക്കാരിൽ നിന്ന് പിരിവിച്ച ജീവനക്കാർക്ക് മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്യണമെന്നും അതുപോലെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഒട്ടനവധി സംഖ്യകൾ കൊടുക്കാനുണ്ട്. ഈ സംഖ്യകളൊക്കെ ഈ പാവപ്പെട്ട ജീവനക്കാർക്ക് നൽകണം എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായ ആവശ്യം. അതുമാത്രമല്ല, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് പറഞ്ഞു 8 വർഷമായി അധികാരത്തിൽ വന്ന ഈ സർക്കാർ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് പകരം ഒരു പുനരവലോകന കമ്മിറ്റി വെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പറയുന്നത് ഇന്നലെ പത്രത്തിൽ കണ്ടത് നിയമസഭയിൽ ബജറ്റ് അവതരണത്തിന് മുമ്പായി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കും. ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിക്കൊണ്ട് ധനകാര്യമന്ത്രി ഒരു റിപ്പോർട്ട് നൽകിയെന്ന് മാത്രമാണ് സൂചന മനസ്സിലാവുന്നത്. കാരണം അതിൻ്റെ അടിയിൽ തന്നെ പറയുന്നത് കേന്ദ്രം അനുമതി നൽകിയാൽ എല്ലാ സംസ്ഥാനത്തും പിൻവലിച്ചപ്പോൾ കേരളത്തിൻ്റെ അടച്ച പൈസയുടെ വിഹിതം കേന്ദ്രം തരുമോ ഉള്ളയോ എന്നാണ് അറിയേണ്ടത്. അടച്ച പൈസ തരണമെങ്കിൽ ഇവർ NPS ജീവനക്കാരെ പണയപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തിരിക്കുക. ഈ വായ്പ എടുത്ത് തിരിച്ചടക്കണമെന്ന് കേന്ദ്രം പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളെ പണയം വെച്ചുകൊണ്ട് എന്തിനാണ് പണം എടുത്തത്? വികസന പ്രവർത്തനത്തിന് നമ്മളെ പണയച്ചരക്കാക്കാനാണോ ഗവൺമെൻറ് തീരുമാനിച്ചത്? ഞങ്ങൾ സർക്കാർ ജീവനക്കാരെ സർക്കാർക്ക് വേണ്ടി സേവനം ചെയ്ത് വന്ന ജീവനക്കാരാണ്. ഇവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഉടനടി സർക്കാർ വിതരണം ചെയ്യണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരമടക്കം മരണം വരെ ഉപവാസം അടക്കമുള്ള സമരം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ജീവിതം ഞങ്ങൾ വഴിമുട്ടി നിൽക്കുക. കുട്ടികളുടെ വിവാഹം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇതൊന്നും നടക്കാത്ത അവസ്ഥ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള ജീവനക്കാരായി ഈ പങ്കാളിത്ത പെൻഷൻപ്പെട്ട ജീവനക്കാർ മാറിയിരിക്കുക. ഞങ്ങൾ ഈ കൊറോണ വന്നപ്പോൾ പോലെ രാപ്പകൽ ഡ്യൂട്ടി എടുത്ത് ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചവരാണ്. അതുപോലും പരിഗണിക്കാതെ ഞങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു മിനിമം പെൻഷൻ ഞങ്ങൾക്ക് തന്നേ തീരൂ. കാര്യം ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് ഞങ്ങൾക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നവരല്ല ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് കിട്ടണം. പിന്നെ ഞങ്ങളുടെ ഗ്രാറ്റുവിറ്റിയോ പിന്നെ ഈ ഇടയ്ക്കുള്ള DA ഒക്കെ കൊടുക്കുമ്പോഴൊന്നും NPSകാർക്ക് മാത്രം അത് ഒഴിവാക്കി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അത് വരുന്നുണ്ട്. ഞങ്ങളും ജീവനം ചെയ്തവരല്ലേ, എന്തുകൊണ്ട് ഞങ്ങൾ അവകാശം സ്വീകരിക്കുന്നില്ല? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു വിഭാഗത്തെ അവഗണിക്കുന്ന ഒരു നിലപാടാണല്ലേ സർക്കാർ? തീർച്ചയായിട്ടും ഒരു സ്റ്റാറ്റ്യൂട്ടറിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു, NPSകാരെ അവഗണിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളും അവരെ പോലെ പണിയെടുത്തവരാണ്. രാത്രിയും പകലൊന്നില്ലാതെയാണ് ഞങ്ങൾ പണിയെടുത്തവർ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം കിട്ടിയേ തീരൂ. ഞങ്ങൾക്കിനി വയസ്സാം കാലത്ത് ആരെ മുമ്പിൽ കൈ നീട്ടാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേറൊരു പെൻഷന് കൊടുക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല. ഞങ്ങൾക്ക് വെള്ള കാർഡും തന്നു വിട്ടു. ഈ കാർഡ് പോലും ഞങ്ങൾക്ക് മാറ്റി കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനുള്ള പ്രതിവിധി അവർ തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരണം. അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. അതിന് ഞങ്ങൾ പട്ടിണിയായാലും ശരി ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുതന്നെ പോകും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്കൊപ്പം നമുക്കും ഈ മിനിമം പെൻഷനെങ്കിലും കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം. ഈ NPS പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം യാതൊരു ആനുകൂല്യവും നമുക്ക് കിട്ടുന്നില്ല. നമ്മളിട്ട പൈസയ്ക്ക്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയ്ക്ക് സാധാരണ 8.5% പലിശയുണ്ട് സീനിയർ സിറ്റിസൺ.
നമുക്ക് 5.5% കിട്ടുന്നത് ഈ NPS പ്രകാരം. പിന്നെ അതുകൂടാതെ സർക്കാർ സർവീസ് കിട്ടിയതിൻ്റെ പേരിൽ നമ്മുടെ റേഷൻ കാർഡ് വെള്ളക്കാർഡാക്കി. വെള്ളക്കാർഡിലിപ്പം റേഷൻ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതും അനുവദിച്ച് കിട്ടണം. നമുക്ക് മിനിമം പെൻഷനെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി കാലം മിനിമം പെൻഷൻ കുറഞ്ഞ സർവീസാണെങ്കിലും തന്നെ മിനിമം പെൻഷൻ കിട്ടണമെന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്കാണല്ലേ എത്തിപ്പെടുന്നത്. അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ വൈകിപ്പോയെങ്കിലും നമുക്ക് സർവീസ് കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ഈ NPSൽ ആദ്യം തന്നെ റിട്ടയർ ആവാൻ കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞാലും 9-10 വർഷം 8 വർഷം സർവീസ് ചെയ്തവർക്ക് സാധാരണ ഇന്നത്തെ ക്ഷേമ പെൻഷൻ 1600 രൂപയുണ്ട്. അതുപോലും ഇല്ലാതെ 870, 850, 1200, 1215 പെൻഷൻ. ഇത് പെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഡിപ്പോസിറ്റിനുള്ള പലിശയായിട്ടാണ്. അത് 5.5% ആനുവിറ്റിയാണ് തരുന്നത്. ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനൊരു കൈത്താങ്ങായി മാറേണ്ടത് സർക്കാരുകളാണ്. ഇത്രയും കാലം സർക്കാരിന് വേണ്ടി സേവനം ചെയ്തവർക്ക് കൃത്യമായിട്ട് ജീവിക്കാനുള്ള പെൻഷൻ നൽകാത്തതിലുള്ള യാചനാ സമരമാണ്. എന്തായാലും സർക്കാരുകൾ കണ്ണു തുറന്ന് കാണട്ടെ ഇതെല്ലാം. ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്.